താങ്കൾ യഥാർത്ഥത്തിലൊരു വ്യവസായിയാണോ അതല്ല ഒരു രാഷ്ട്രീയക്കാരനാണോ എന്നുള്ള ചോദ്യമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല വന്നിട്ടുള്ളത്. ഞാനൊരു എൻ്റർപ്രണർ. പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ടുവന്ന് അത് ഒരു ബിസിനസ് കൺസേണായി ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് സക്സസ്ഫുള്ളാക്കിയ ഒരു എൻ്റർപ്രണർ. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് എന്തെങ്കിലും പെട്ടിക്കട തുടങ്ങിയാലും ബിസിനസ്സാണ്. പക്ഷേ എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ ഏതൊരു ആശയം കൊടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ സക്സസ്ഫുള്ളാക്കി മാറ്റുമ്പോഴാണ് ഒരു ബിസിനസ് കൺസേൺ തന്നെയാണത് ഫൈനലി. പക്ഷേ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ഇതാണ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഏതെല്ലാം ബിസിനസ്സുകളുണ്ടെങ്കിലും, അപ്പോൾ ലോജിസ്റ്റിക്സിലായാലും എഡ്യൂക്കേഷനായാലും ടൂറിസം ആണെങ്കിലും അതുപോലെ ഏതെല്ലാം ആണെങ്കിലും ഒരു പുതിയ മോഡലാണ്, ഒരു ഇന്നോവേഷൻ അതിലുണ്ട്. ഇന്നവരാരും കൊണ്ടുവരാത്ത കാര്യങ്ങളാണ് ചെയ്ത് സക്സസ്ഫുള്ളാക്കിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. അതിന് കൃത്യമായി പറഞ്ഞാൽ 2016 നമ്മുടെ അതിനു മുമ്പേ ഞാൻ ജില്ലാ ബാങ്കിലേക്ക്, എറണാകുളം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജയിച്ച ഇന്നത്തെ കേരള ബാങ്ക് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടറായിട്ടുണ്ട്. അതിന് ശേഷമാണ് 2016 ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ വന്ന് മത്സരിക്കുന്നത്. ഒരു കോട്ടക്കലായിരുന്നത് 2016-ലും 2021-ലും. അപ്പം അങ്ങനെ ആ ചോദ്യത്തിന് എന്താണെങ്കിൽ ഇതിൽ ബിസിനസ്സുകാരനാണോ അതോ പൊളിറ്റീഷ്യനാണെന്ന് വെച്ചാൽ ഞാൻ രണ്ടുമാണ്. കാരണം പൊളിറ്റിക്സ് ഇല്ലാത്ത ആരുമില്ല. മനസ്സിലായോ? എല്ലാവരിലും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്.